എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡൗണി പ്രോപ്പറായിട്ട് പിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇവിടെയും താഴെയും പിൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്ലേറ്റ് എടുത്തിട്ടുള്ള ഈ ഒരു പോർഷൻ ഈ ഒരു വിത്തിലാണ് നമ്മൾ എടുക്കാൻ പോകുള്ളൂ. ഈ ഒരു ഷോൾഡർ പൊസിഷൻ അങ്ങോട്ട് കടന്നു പോകരുത്. നമുക്ക് ഈ ഒരു സിൽക്ക് പോലത്തെ ഒക്കെ ഒരു ഷോളൊക്കെ ആകുമ്പോൾ നമുക്ക് പ്ലേറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നറിയാം. എങ്കിലും നമ്മൾ ഈ ഷോൾഡർ വിത്ത് പോവാണ്ട് നമ്മളിവിടെ കീപ്പ് ചെയ്ത് പ്ലേറ്റ് എടുത്ത ആ ഒരു പോർഷൻ നമ്മൾ പിൻ ചെയ്യുക. ഇതിൻ്റെ ഷോൾ എന്ന് വെച്ചാൽ വൃത്തികെട്ട ഒരു ഷോളാണ്, ഭയങ്കരമായിട്ട് സിൽക്കി ആയിട്ട് കിടക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ എത്ര നോക്കിയാലും പ്ലീറ്റ് വരൂല, കാരണം അത്രയും കുഴഞ്ഞു കിടക്കുന്ന ഒരു പ്ലീറ്റാണ്. അത് കഴിഞ്ഞ് ചിലർ ഈ പ്ലീറ്റ് ഇവിടെ പിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പിൻ ചെയ്തിട്ട് ഈ ഒരു പൊസിഷൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ആ ഒരു ചെയ്യുന്നത് ചിലവർക്ക് ബോഡിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ, തടിയുള്ളവർക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ തടി കുറഞ്ഞവർ ചെയ്യുമ്പോൾ അത് നമുക്ക് നെഞ്ച് വിരിവ് ഇല്ലാത്ത കാരണം ചെസ്റ്റ് ഭയങ്കര കുറവുള്ളവർക്കാണെങ്കിൽ അത് വൃത്തികേടാണ്. അപ്പം നമ്മൾ നേരെ ചെയ്യേണ്ടത് ഈ പ്ലീറ്റ് എടുത്ത് ഇവിടെ കുത്തിയ ആ ഒരു പോർഷനിൽ നിന്ന് ഈ കരഭാഗം എടുത്തിട്ട് പകുതി, നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ പകുതി മാത്രം നമ്മൾ കവർ ചെയ്യുക. ഫുൾ കവർ ചെയ്യരുത്, അപ്പം ഇങ്ങനെ ഒരു ലുക്ക് വരും. അപ്പോൾ നമ്മൾ പകുതി മാത്രം ഒന്ന് കവർ ചെയ്തിട്ട് ബാക്കോട്ടേക്ക് ബാക്കി തുണീനെ നമ്മൾ എടുക്കണം. അപ്പോഴേക്കും നമ്മളെ പ്ലീറ്റ് ഇവിടെ ഓരോന്ന് വലിച്ച് വലിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ എത്രത്തോളം പ്ലീറ്റ് എടുക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കണ്ടോ, ഇങ്ങനെ നമ്മൾ പ്ലേറ്റൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം കണ്ടോ, ഇത് ഇനിയും കുറേ പ്ലേറ്റ് കിട്ടും. പക്ഷേ ഞാൻ ഇന്ന് കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്ത കാരണം ഞാൻ ടയേർഡാണ്. അതുകൊണ്ട് ഞാനിവിടെ പ്ലേറ്റ് എടുക്കാൻ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ തുണി ഭയങ്കരമായിട്ട് ഇങ്ങനെ സിൽക്കി ആയിട്ട് കിടക്കുന്ന തുണിയായ കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് പ്ലേറ്റ് എടുക്കാൻ. ഞാൻ അതുകൊണ്ട് ഒരു 4 പ്ലേറ്റ് എടുത്തിട്ടുള്ളൂ. ഈ കൊണ്ടുവന്ന ആ പോർഷന് നമ്മൾ ഇവിടെ കുറേ ലെങ്ത്ത് കിട്ടും തടി കുറവുള്ളവരാകുമ്പോൾ. ഈ സെറ്റ് ഡൗൺ എടുത്തിട്ടുള്ളത് നമ്മുടെ AR ഹാൻഡ്ലൂംസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എടുത്തപ്പോൾ എനിക്ക് ഈ ഷോൾ, ഈ ദുപ്പട്ടയൊക്കെ ഭയങ്കര ലെങ്ത് ആയിരുന്നു, ഈ പാവാടയും ഭയങ്കര ലെങ്ത് ആയിരുന്നു. അപ്പോൾ പാവാട പക്ഷെ ഇവിടെ നമുക്ക് കെട്ടാളൊരു ഭാഗങ്ങളാനും കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ഷോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഈ ഒരു പോർഷൻ കുത്തുമ്പോൾ എപ്പോഴും വൃത്തികേടാവാറാണ് പതിവ്. ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഞെറിയും, അല്ലെങ്കിൽ ഓവറായിട്ട് ഇവിടെ തൂങ്ങി കിടക്കുന്ന രീതിയിലായിരിക്കും വരിക. ഞാൻ അങ്ങനെ ഞെറിയാണ് പതിവ്. ഞെറിഞ്ഞിട്ട് അപ്പം നമുക്ക് ഈ ഒരു രീതിക്ക് വരും. ഇതാ ഈ ഒരു രീതിക്ക് വരും. ഇതിന് നമുക്ക് വലിച്ച് ഇങ്ങോട്ട് പിൻ ചെയ്യോ അല്ലെങ്കിൽ മടക്കി കുത്തരുത്. പിൻ ചെയ്തിട്ട് മാത്രം മടക്കി കുത്തണം, ഇല്ലെങ്കിൽ വൃത്തികേടാവും. അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് പിൻ ചെയ്യാം ഇവിടെ. അപ്പോൾ നമ്മളിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു 3 പ്ലേറ്റ് വരത്തക്ക രീതിയിൽ വെച്ച് കഴിയുമ്പോൾ ആ താഴത്തേക്ക് കുറേ തൂങ്ങിയെടുക്കുന്ന ഭാഗത്തിൻ്റെ ആ വൃത്തികേടൊന്നും മാറി കിട്ടും. അപ്പോൾ ആ പൊന്തി നിൽക്കുന്ന ഭാഗം നമ്മളൊന്ന് താഴത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പാവാടയുടെ ഉള്ളിലേക്ക്. അത് കുത്തി തിരികാണ്ട് പതുക്കെ ഒന്ന് പരത്തി ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ വലിയ ബോംബ് പോലൊന്നും വയറിൻ്റെ അവിടെ നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ താഴത്തെ പ്ലേറ്റ് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും. ഇത് തടി കുറഞ്ഞവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തടിയുള്ളവർക്ക് ഒരുവിധം ദുപ്പട്ടയുടെ ഒരു സ്പേസൊക്കെ പോയി കിട്ടും. തടി കുറഞ്ഞവർക്ക് ഈ ഭാഗമൊന്നും വിരിവ് കുറവുള്ളവർക്കൊക്കെ ഉള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ ഒന്ന് ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഇത്തിരി വൃത്തിയായി കിട്ടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡൗണി സെറ്റ് കൂടിയാട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം ലുക്ക്. ഇത് ഞാൻ AR ഹാൻഡ്ലൂംസ് കുത്താമ്പുള്ളിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് 1000 രൂപയും കൂടെ ആയുള്ളൂ. ആ നേരം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലും അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഭയങ്കര പ്രൈസ് ആയിരുന്നു. പക്ഷേ ഞാൻ ഹാൻഡ്ലൂമിൻ്റെ അവിടെ പോയി എടുത്ത കാരണം എനിക്ക് പ്രൈസ് കുറവിൽ കിട്ടി. എനിക്ക് പക്ഷേ ഇഷ്ടമായ ഒരു കോമ്പോയാണ് ബ്ലാക്ക് ആൻഡ് റെഡ്. നല്ല കോമ്പോയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഇത്തിരി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ മെയിൻ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗണി വെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത ഓണം ലുക്കായിട്ട് വരാം. ടാറ്റാ.